ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ആദ്യ 4 ഘട്ടങ്ങളിലെ പോളിംഗ് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. മെയ് 13 നടന്ന 4ാം ഘട്ട വോട്ടിംഗ് വരെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുവരെ 66.95% പോളിംഗാണ് രാജ്യത്ത് രേഖപ്പെടുത്തിയത്. 97 കോടി വോട്ടർമാരിൽ 45.1 കോടി വോട്ടർമാരാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. മെയ് 3 ആകെ 69.16% പോളിംഗ്. 2019 കണക്കുകളേക്കാൾ 3.65% വർധന ഉണ്ടായിരിക്കുന്നത്. ആദ്യ 3 ഘട്ടങ്ങളിലായി യഥാക്രമം 65.68%, 66.71%, 66.14% എന്നിങ്ങനെയാണ് വോട്ടിംഗ് നടന്നത്. ആദ്യ 3 ഘട്ടങ്ങളിലും വോട്ടിംഗ് ശതമാനത്തിൽ 2.72, 2.93, 3.43 എന്നിങ്ങനെ ഇടിവുണ്ടായിരുന്നു. പുതിയ കണക്കുകൾ അടുത്ത ഘട്ടത്തിൽ വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ പുറത്തുവിടുന്നില്ലെന്നും കാലതാമസമുണ്ടാകുന്നു എന്നും കമ്മീഷനെതിരെ ആരോപണം ഉയർന്നിരുന്നു. 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനോടകം 23 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 379 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പാണ് പൂർത്തിയായത്. ഉയർന്ന വോട്ടിംഗ് ശതമാനം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി തെളിയിക്കുന്നതാണെന്നും ലോകത്തിന് നൽകുന്ന സന്ദേശമാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ദിവസം അവധി ദിവസമല്ല, മറിച്ച് അഭിമാനത്തിൻ്റെതാണെന്നും എല്ലാ വോട്ടർമാരും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണമെന്നും രാജീവ് കുമാർ വ്യക്തമാക്കി. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിവാദ പരാമർശത്തിൽ വിശദീകരണം തേടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസിനുള്ള മറുപടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ BJP ന്യായീകരിച്ചിരുന്നു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയാണ് ന്യായീകരണം നടത്തിയത്. മോദിയുടെ പ്രസംഗങ്ങളെല്ലാം വസ്തുതകളെ അടിസ്ഥാനമുള്ളതാക്കിയാണ് എന്നാണ് നദ്ദ അവകാശപ്പെട്ടത്. ഇന്ത്യയുടെ അടിസ്ഥാനമായ ഹിന്ദുമതത്തെ ദുർബലപ്പെടുത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നടപടി എടുക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് JP നദ്ദ ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടത്തിയ വിദ്വേഷ പ്രസംഗം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് നരേന്ദ്രമോദിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ വിശദീകരണം ആവശ്യപ്പെട്ടത്. JP നദ്ദ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ മറുപടിയിൽ മുസ്ലിം ലീഗിനെ പോലെ കോൺഗ്രസും രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപിക്കുന്നത്. രാമക്ഷേത്ര ചടങ്ങുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതിലൂടെ പാർട്ടി പാപം ചെയ്തു. മുസ്ലിം ലീഗ് ഇന്ത്യയുടെ വിഭജനത്തിന്റെ വിത്തുപാകിയതുപോലെ സാമ്പത്തിക നിസ്സഹകരണത്തിലൂടെയും ഭാഷാപരമായ വ്യതിയാനങ്ങളിലൂടെയും രാജ്യത്തിന്റെ തെക്ക് വടക്കൻ സംസ്ഥാനങ്ങളെ വിഭജിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു എന്ന് JP നദ്ദ ആരോപിച്ചിരുന്നു. ഹിന്ദുമതമാണ് ഇന്ത്യയുടെ അടിസ്ഥാന മതമെന്ന വാദവും BJP ദേശീയ അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ മറുപടി കത്തിൽ ഉന്നയിച്ചു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഏർപ്പെടുകയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ എതിർക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി കോൺഗ്രസ് യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ അടിസ്ഥാന മതത്തെയും അതിന്റെ പുരാതന സംസ്കാരത്തെയും എതിർക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും JP നദ്ദ വാദിക്കുന്നു. മോദിയുടെ പ്രസംഗങ്ങൾ പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ത് എന്ന് തുറന്നുകാട്ടാൻ വേണ്ടിയുള്ളതായിരുന്നു. അതിന് അവകാശം രാജ്യത്തെ വോട്ടർമാർക്കുണ്ടെന്നും നദ്ദ വിശദീകരണത്തിൽ വ്യക്തമാക്കിയിരുന്നു. പാർട്ടി പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് നദ്ദയ്ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചത്. ഏപ്രിൽ 21 രാജസ്ഥാനിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗവും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഉയർത്തുന്ന രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുമെല്ലാം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ്, CPI, CPI-ML എന്നീ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്.